ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, അസീസ് നെടുമങ്ങാട്, ഗായത്രി അരുൺ എന്നിവരാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ 6 ദിവസം പിന്നിട്ട് 7ാം ദിവസമായ വ്യാഴാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ സിനിമ ഈ 6 ദിവസങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും 2 കോടിക്ക് താഴെ കളക്ഷൻ പോയിട്ടില്ല എന്ന് മാത്രമല്ല 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയും മികച്ച ബുക്കിംഗ് ഈ സിനിമ നേടിയെടുത്തിട്ടുമുണ്ട്. 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2 കോടി 5 ലക്ഷം രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 23 കോടി 69 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 38 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ഇന്നലെ മാത്രം ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 2 കോടി 43 ലക്ഷം രൂപയാണ്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 4 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 59 കോടിക്ക് മുകളിലാണ് 6 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ കേരളത്തിൽ പ്രീ സെയിൽ കളക്ഷനായി 49 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നും ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 3000-ലധികം ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഈ സിനിമയ്ക്ക് 2 കോടി റേഞ്ചിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമ എക്കോ ആണ്. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ നവംബർ 21 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ചിത്രത്തിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, അശോകൻ, ബിനു പപ്പു, ബിയാന മോമിൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 22,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 22 കോടി 7 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 45 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 5 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ദർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങും ബുക്കിംഗും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 21,50,000 രൂപയാണ്. നിലവിൽ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 6 ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 265 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഒഫീഷ്യൽ കണക്ക് പ്രകാരം ഈ സിനിമ 280 കോടി രൂപ ആദ്യ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. AB ബിനിൽ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് പൊങ്കാല. ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, കിച്ചു ടെല്ലസ്, സമ്പത്ത് റാം, സാദിഖ്, ബാബുരാജ്, അരൺ സീർ, സുധീർ കരമന എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 7,05,000 രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 55 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 75 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി നവാഗതനായ ജിതൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ധീരം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ദിവ്യ പിള്ള, റീബ മോണിക ജോൺ, നിഷാന്ത് സാഗർ, അജു വർഗീസ്, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 6ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 6,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 68 ലക്ഷം രൂപയാണ് 6 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 85 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.